വെളിപാട് നിർത്തിയ വെളിച്ചപ്പാട്. വയറ്റിപ്പഴപ്പിനു വേണ്ടി ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുടെ വേഷം സ്വയം എടുത്തണിയുന്ന ആത്മീയ കച്ചവടക്കാരുടെ കള്ളത്തരങ്ങൾ നിരവധി ITV ന്യൂസിലൂടെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരക്കാരുടെ മുഖംമൂടി ഞങ്ങൾ വലിച്ചു കീറിയതിലൂടെ അവരുടെ കഞ്ഞിയിൽ മണ്ണ് വീണവരും ഒടുക്കം അവർക്ക് തന്നെ ഈ പണിമെടുത്ത് നിർത്തിയവരും ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല ശതമാനം അടിമവിശ്വാസികൾക്കും ഇത്തരക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് ഇവർ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഇതാദ്യമായാണ് ഞങ്ങൾക്ക് ഒരു വെളിച്ചപ്പാടിൻ്റെ വെളിച്ചം വന്ന ശേഷമുള്ള വിളി വരുന്നത്. ITV ന്യൂസ് നിരന്തരം കണ്ട് മനസ്സുമാറിയ ഒരു വെളിച്ചപ്പാട്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ സുന്ദരൻ വെളിച്ചപ്പാട് എന്നറിയപ്പെടുന്ന ബാലസുബ്രഹ്മണ്യം തൻ്റെ വെളിച്ചപ്പാട് പണി ഉപേക്ഷിക്കാനിടയായ സാഹചര്യം ITV ന്യൂസുമായി പങ്കുവെക്കുന്നത് കേൾക്കുക. സാറല്ലേ? അതെ. ഞാന് മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്നാണ്. ഞാൻ ഒരു വെളിച്ചപ്പാടക്കാരനാണ്. അപ്പൊ അതിന്റെ തട്ടിപ്പുകളെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ ഞാൻ വിളിച്ചാണ്. താങ്കൾ വെളിച്ചപ്പാടായിരുന്നോ? അതെ അതെ അതെ. ഞാൻ 24 കൊല്ലം വെളിച്ചപ്പാടായിരുന്നു. തലയിൽ വെളിച്ചം വീണോ? വെളിച്ചു കെട്ടിയല്ലോ. അതെ 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 അതെ. എന്ത് പറ്റി അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകാൻ? ഞാനായിരുന്നു മാറിപ്പോന്നു. എന്തുകൊണ്ടോ എനിക്കറിയില്ല. ഞാനൊരു 5 കൊല്ലമായിട്ട് മാറി. അങ്ങനെ മാറാൻ കാരണം അത് ചെറിയ കുടുംബ പ്രശ്നമൊക്കെ അങ്ങനെയൊക്കെ ആയി. അമ്പലം കാര്യങ്ങളൊക്കെ എന്റെ പേരിലായിരുന്നു. ഞാനത് മറ്റുള്ളവരുടെ പേരിൽ എഴുതി കൊടുത്തു. 2 സെന്റ് ഭൂമി അതിലൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അത് അമ്പലമൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് ഒരു 2018 കാലഘട്ടത്തില് ജനങ്ങളുടെയൊക്കെ സമ്മർദ്ദം മൂലം ജനങ്ങൾ പറഞ്ഞു, പുറത്തുള്ള സമൂഹം പറഞ്ഞതിനോട് അത് എല്ലാവരും പേരിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആഘോഷമായിട്ട് നടത്താം, വമ്പം പരിപാടിയൊക്കെ നടത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു. എല്ലാവരും 5 ആളുടെ പേര് ട്രസ്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു. ട്രസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയോ? അതെ അതെ. ട്രസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമുക്ക് അവിടെ അവകാശമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലെത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിങ്ങോട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ യുക്തിവാദി സംഘത്തിന്റെ ഓരോ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇടവന്നിക്ക്. വെളിച്ചപ്പാട് യുക്തിവാദി സംഘത്തിന്റെ പ്രസംഗം കേട്ടപ്പോ മാനസാന്തരം ഉണ്ടായോ? മാനസാന്തരമല്ല, ഞാൻ മാറിപ്പോയി. ഞാൻ EA ജബ്ബാർ മാസ്റ്റർ ഒരു പ്രസംഗം കേൾക്കണ്ടായി. അപ്പൊ ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ആരാധിക്കാറുണ്ട്. ഇവര് എനിക്ക് അവിടുത്തെ ഉപകരണങ്ങൾ ഈ ടൂൾസുകളൊക്കെ ഉണ്ടാവല്ലോ, നമ്മളെ ചിലങ്ക, അരമണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അതൊന്നും എടുക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല, അത് പുറത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ പുറത്തുള്ള അമ്പലങ്ങളിലേക്കൊക്കെ വെളിച്ചപ്പാടാൻ പോയായിരുന്നു. മണ്ണാർക്കാട് പൂരമൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അതിലൊക്കെ വെളിച്ചപ്പാടായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ കോട്ടപ്പുറം ഭരണി എന്നൊക്കെ പറഞ്ഞത് നല്ല ഒരു അറിയപ്പെടുന്ന ഒരു പൂരാണത്. അതിലൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അയ്യപ്പൻ വിളക്ക് അതിനൊക്കെ മദ്രാസിലൊക്കെ ഞാൻ 7-8 കൊല്ലം പങ്കെടുക്കല്ല, ഞാനിത് നേതൃത്വം വഹിച്ച ഒരാളാണ്. അപ്പൊ ഇതിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല, പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമങ്ങൾ വന്നു. അങ്ങനെ നിയമങ്ങൾ വന്നപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീട്ടിലൊരു ചെറിയൊരു കാർഡ്ബോർഡ് കൊണ്ടൊരു പെട്ടിയൊക്കെ ഉണ്ടാക്കി ഒരു കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ ആരാധിക്കുകയാണ് ഞാൻ. ഇപ്പോഴും ആരാധിക്കുന്നുണ്ടോ? ഇല്ല, അതൊക്കെ എടുത്ത് വലിച്ചു തരണം. ഞാൻ വെളിച്ചപ്പാടിന്റെ വാളൊക്കെ ഇവിടെ കളഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചു. ഈ വെളിച്ചപ്പാട് തുള്ളി പറയുക എന്ന് പറയുന്നതിനകത്ത് യാഥാർത്ഥ്യം വല്ലതും ഉണ്ടായിരുന്നോ? അതോ ഒരു യാഥാർത്ഥ്യമല്ല. അത് മദ്യപിച്ചിട്ട് മദ്യം കഴിക്കാത്തവനാണെങ്കിലും മദ്യം കഴിക്കുന്നവനാണെങ്കിലും അത് ഒരു നമ്മൾ പച്ച നോണ പറയാം. ഒരാളുടെ മുഖത്ത് നോക്കി പച്ച നോണ പറയണത് അതന്നെ സംഭവം. അല്ലാണ്ട് അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ വെളിച്ചപ്പെടാൻ പോകുമ്പോൾ വേഷം കെട്ടാൻ പോവല്ലോ, നമ്മളൊരു വേഷം കെട്ടല്ലോ. ആ വേഷം കെട്ടാൻ പോകുമ്പോൾ കുളിക്കാൻ പോണ സമയത്ത് ഈ സാധനം ആരയിലും ഉണ്ടാവും. എളിയിൽ വെച്ചിട്ട് പോവും. അവിടെ വെച്ച് നമ്മൾ ആ കുളിമുറിയിൽ വെച്ച് കഴിക്കും. അതിന് അളവും മാനദണ്ഡങ്ങളൊന്നും ഇല്ല. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ മണവണ അടിച്ചു കയറ്റും. ആളുകൾക്ക് മണം വരത്തില്ലേ? വെളിച്ചപ്പാട് 2 വീശിട്ടാ നിൽക്കുന്ന മനസ്സിലാകത്തില്ലേ? അത് സമൂഹത്തിന് കുഴപ്പമില്ലേ? വെളിച്ചപ്പാടിനത് ലൈസൻസ് ഉള്ള അത് വിഡ്ഢികളായ മനുഷ്യന്മാരല്ലേ. അവർക്ക് ഇത് കേൾക്കണത് അവര് വേദവാക്യല്ലേ. അവർക്ക് ബോധവൽക്കരണം കൊടുക്കണം, അവരൊക്കെ മനസ്സിലാക്കണം, അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഒരു ബോധത്തോടു കൂടെ ഞാൻ പറയണത്. ഇപ്പൊ ഞാൻ വിളിക്കാൻ കാരണം അതാണ്. ഇപ്പൊ എന്ത് പരിപാടിയാ ഇപ്പം വെളിച്ചപ്പാട്? കേസരി പണി, കെട്ടും തേപ്പാണ്. ഇങ്ങനെ ഈ വെളിച്ചപ്പാട് തുള്ളാൻ പോകുമ്പോ എങ്ങനെ ഇതിന്റെ തച്ചൊക്കെ എങ്ങനെയായിരുന്നു? കൂലി ഞാൻ മദ്രാസിലേക്ക് അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞ പരിപാടിക്ക് പോകുമ്പോൾ എനിക്കൊരു ദിവസത്തിന് ഒരു പരിപാടിക്ക് 4000 റുപ്യ വെച്ച് വാങ്ങിയാൽ. കാവുകളിലേക്ക് അമ്പലങ്ങളിലേക്ക് വിളിച്ചപ്പോൾ ഇവിടെ പോകുമ്പോൾ ഒരു ദിവസം 2000 രൂപ. അതാണ് എന്റെ റേറ്റ് ഉണ്ടായിരുന്നത്. നല്ല വരുമാനമുള്ള പരിപാടിയല്ലായിരുന്നോ? പിന്നെ എന്തിനാ അത് ഉപയോഗിച്ചത്? അത് വേണ്ട, മനുഷ്യന്മാരെ പറ്റിക്കാൻ
ഉണ്ടാന്നുള്ളൊരു തോന്നൽ തോന്നിക്ക്. അവിടെ നിന്നാണ് ബോധോദയം ഉണ്ടായത്. എന്റെ തൊഴിൽ നല്ല ഒരു തൊഴിലാണെന്ന് എനിക്ക് തോന്നി. മനസ്സമാധാനം ഉണ്ടോ ഇപ്പം? തീർച്ചയായിട്ടും. ഞാനിപ്പോ കുടുംബത്തിൽ സ്വസ്ഥായിട്ട് ജീവിക്കണം. നേരത്തെ കുടുംബത്തിൽ പ്രശ്നമായിരുന്നോ? കുടുംബത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛന്റെ ഒരു അനിയനും പിന്നെ മരിച്ച അച്ഛന്റെ ഒരു അനിയന്റെ 3 മക്കളും ഉണ്ടായിരുന്നു. ഞാനടക്കം 5 ആളാണ് ഈ ട്രസ്റ്റ്. ഇത് നിരന്തരം പ്രശ്നങ്ങളാണ്. ഇവർക്ക് പൈസയാണ് പ്രശ്നം. നിങ്ങൾ എല്ലാവരും വെളിച്ചപ്പാടുമാരായിരുന്നോ? അല്ലല്ല, ഇതില് വെളിച്ചപ്പാട് ഞാൻ തന്നെ ഉണ്ടാണുള്ളൂ. ഇപ്പൊ എന്റെ അച്ഛന്റെ ചെറിയ അനിയനാണ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കൊടുങ്ങല്ലൂർ പോയി വെട്ടിത്തെളിഞ്ഞ് വെളിച്ചപ്പാടായി എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഇതെങ്ങനെ ഈ വെളിച്ചപ്പാടാകുന്ന എങ്ങനെ? ഇത് പരമ്പരാഗതമായിട്ട് കിട്ടുന്നതാണ് അതോ ഒരു സുപ്രഭാതത്തിൽ നമ്മളിപ്പോ വെളിച്ചപ്പാടാണ്? ഞാൻ പരമ്പരാഗത വെളിച്ചപ്പാടാണ്. ഇതിനു മുമ്പ് കുടുംബത്തിൽ വേറെ ആരായിരുന്നു വെളിച്ചപ്പാട്? എന്റെ അച്ഛന്റെ അച്ഛനായിരുന്നു ആദ്യത്തെ വെളിച്ചപ്പാട്. പിന്നെ എന്റെ അച്ഛനായി. അച്ഛനൊരു 40 എന്റെയൊക്കെ പ്രായപ്പോ 40-45 വയസ്സായപ്പോ അച്ഛന് ശ്വാസം മുട്ട് വന്നു. അപ്പൊ പിന്നെ അച്ഛൻ നിർത്തി. അപ്പോഴത്തേക്കും എനിക്കൊരു 17 വയസ്സൊക്കെ ആയപ്പോ ഞാൻ ഏറ്റെടുത്തത്. ഇപ്പോ എനിക്കിപ്പോ 44 വയസ്സായിരുന്നു. അപ്പൊ ഒരു 5 വർഷം മുമ്പ് വരെ ഇത് കൊണ്ടുവരുന്നത് ഞാനാണ്. ഇപ്പോ കഴിഞ്ഞ വർഷം മുതൽക്ക് എന്റെ അച്ഛന്റെ ഒരു അനിയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. ഇപ്പൊ ഇയാള് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അയാള് കഴിഞ്ഞ കൊല്ലം കൊടുങ്ങല്ലൂർ പോയിട്ട് അവിടെ ഒരു വെട്ടിത്തെളിയാന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. വെളിച്ചപ്പാടായിട്ട് അവരോധിക്കണ ഒരു ചടങ്ങുണ്ട്. നമ്മള് മാമോദിസ മുക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ചടങ്ങുണ്ട് അവിടെ. ആരാ വെട്ടിത്തെളിക്കുന്ന അവിടെ ഒരു തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കൊടുങ്ങല്ലൂര്. അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ടൊരു വെട്ടിത്തെളിക്കുന്നത് പുള്ളിയുടെ മാത്രം കുത്തക അവകാശമാണോ? അവിടെ ഒരുപാട് തമ്പുരാന്മാരുണ്ട്. ഒത്തിരി തമ്പുരാന്മാരുണ്ട്. ഒരു 8 ആളെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. ഇവന്മാരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ 3 വെട്ടും. വാളും കൊണ്ട് നമ്മളെ തലയിൽ ഇങ്ങനെ വെട്ടും. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാല് അവിടുന്ന് ശിരസിന് തലയിൽ നിന്ന് ചോര വരും. അപ്പൊ ഇവന്മാർ കുറച്ച് മഞ്ഞപ്പൊടി അവിടെ നിന്ന് പൊത്തി വെക്കും. അതോടുകൂടെ അവൻ വെളിച്ചപ്പാടായി. അതാണ് അതിന്റെ തത്വം. അറിയപ്പെടുന്ന വെളിച്ചപ്പാടായി എന്നുള്ളതാണ് അതിന്റെ എന്താ പറഞ്ഞ അംഗീകൃത വെളിച്ചപ്പാടായി പ്രഖ്യാപിക്കും. അതെ. ഈ വെട്ടിത്തെളിക്കുന്നവരുടെ തച്ച് എങ്ങനെയാ? അവന്മാരുടെ തച്ച് അതിന് ഒരു ഇതില്ല, മാനദണ്ഡമല്ല. ഇഷ്ടമുള്ള വാരി കൊടുക്കാം. അതെ. അത് ഇവന്മാർ ഈ പൊട്ടന്മാരൊക്കെ കൊണ്ടിട്ട് 1000-10,000 ഒക്കെ കൊണ്ടേ കൊടുക്കും. കൂടുതൽ പൈസക്കാണ് ക്വാണ്ടിറ്റി കൂടുതൽ. അപ്പൊ ഞാൻ അതിന് കഴിച്ചിലായി. ഞാൻ ഇപ്പൊ ഇവന്മാർക്ക് ഒരു കൊല്ലത്തിലൊരു 10-20,000 റുപ്യ ഓരോ ആൾക്കാർക്കും ഇതിന്റെ കമ്മിറ്റിയിൽ പൈസ കൊടുക്കണം. കപ്പം കൊടുക്കണോ ഇതിന്? കപ്പം കൊടുക്കണം. ഓരോ വർഷത്തില് ഇത് ഇവിടെ ഇപ്പൊ നമ്മളെ വീട്ടില് പൂരം കഴിക്കണ്ട്. കൊടുക്കുന്ന മാതിരി. എന്തോ ബാലസുബ്രഹ്മണ്യം എന്നാണ് എന്റെ പേര്. ബാലസുബ്രഹ്മണ്യം. അതെ. വെളിച്ചപ്പാട് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുമോ? തീർച്ചയായിട്ടും. എന്നെ അറിയപ്പെട്ടത് സുന്ദരൻ എന്ന പേരുകളാണ്. സുന്ദരൻ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ അറിയും. നെല്ലിക്കുന്ന്, കോട്ടപ്പുറം നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. ഇതെങ്ങനെയുള്ള ആളുകൾക്കാണ് ഇതിനോടൊക്കെ കൂടുതൽ ഭക്തിയുള്ളത്? നമ്മളെ പൊതുവെ സമൂഹത്തില് ഇതൊക്കെ ഭക്തിപൂർവ്വമാണ് അവരൊക്കെ ആഘോഷിക്കുന്നത്. ഈ വെളിച്ചപ്പാടേ ഈ ദൈവിക സങ്കല്പത്തിൽ വെളിച്ചപ്പാടിന്റെ റോൾ എന്താ? വെളിച്ചപ്പാടിന്റെ റോൾ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നൊക്കെയാണ് അവരെ വിശ്വാസം. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ 17 കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു പ്രതിപുരുഷനാണോ? പ്രതിപുരുഷൻ. അങ്ങനെയാണ് ഇവര് പറഞ്ഞത്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളെ ബിംബം കാണുന്നത് പോലെയാണ് അവര് ഈ വെളിച്ചപ്പാടിനെ കാണുന്നത്. വെളിച്ചപ്പാട് എന്തൊക്കെയാ സത്യം പറഞ്ഞാൽ വിളിച്ചു പറയുന്നത്? വെളിച്ചപ്പാട് എന്താ വിളിച്ചു പറഞ്ഞു വെച്ചാൽ അവരുടെ കുടുംബകാര്യങ്ങള്, അത് നമുക്ക് അറിയണ കാര്യങ്ങൾ. അപ്പൊ ഞാൻ വെളിച്ചപ്പാടാണെങ്കിൽ എനിക്ക് അറിയണ കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ കഴിയുള്ളൂ. നിങ്ങളെ പറ്റി എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, എനിക്ക് സുനിൽ മാറ്റി വന്ന വ്യക്തിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ചുറ്റുപാടിനെ പറ്റിയുള്ള അറിയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിനകത്ത് എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോ ഈ പഴയ പരിപാടി ഉപേക്ഷിച്ചെങ്കിലും നിങ്ങളൊരു വെളിച്ചപ്പാടാണെങ്കിൽ, കള്ളമാണെങ്കിൽ നിങ്ങൾ ഒന്ന് വെളിച്ചപ്പാട് എങ്ങനെ പറയുന്നതെന്ന് പറയാമോ? വെളിച്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ക ഉടായിപ്പാണ്. അല്ല, 2 അടിച്ചാലേ പ്രവചനം വരത്തുള്ളൂ അതോ? തീർച്ചയായിട്ടും. അതെ. എന്തായാലും പച്ചയ്ക്ക് പറയാമെന്ന് പറഞ്ഞു. പച്ചയ്ക്കും പറയാം. പച്ചയ്ക്ക് പറയണെങ്കിൽ നോണ പറയാൻ ഒരു കഴിവ്, ഒരു പ്രത്യേക കഴിവാണ്. ഞാനും മനസ്സിലാക്കുന്നു, നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞു. അതന്നെ. ഏകദേശം നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളെ പറ്റിയും അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ പറ്റി പറയാൻ എളുപ്പമാണ്. താങ്കൾ ഇപ്പോ RV രാമകൃഷ്ണന്റെ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തില്ലേ, ഒരു വെളിച്ചപ്പാട് പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയാണ് താങ്കൾ ചെയ്ത വീഡിയോ വളരെ നന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോവുകയാണത്. ഞാനിപ്പോ എന്നുള്ളത് മറക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു ഭക്തനാ, ഒരു ഭക്തനോട് പറയണത് രൂപത്തിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. ഇതൊക്കെ അല്ല, എന്തൊക്കെ രീതിയിൽ പറയുവോ, ചേഷ്ട കാണിക്കുവോ, ഒച്ച വെക്കുവോ, അതെല്ലാം ഇപ്പൊ കാണിച്ച ആ ചേഷ്ടയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു
ഇതുണ്ടാക്കും, ഒരു ഏങ്ങലും വലിയൊക്കെ ഉണ്ടാക്കും. ഈ ഏങ്ങലും വലിയിലും മറ്റുള്ളവർ വീണ് പോവും. പിന്നെ അതൊരു പ്രത്യേക തരത്തില് മനുഷ്യനെ പറ്റിക്കുന്ന ഒരു രൂപത്തിലേക്ക് മനുഷ്യനെ മനഃശാസ്ത്രപരമായിട്ട് മാറ്റിയെടുക്കുകയാണ്. അതല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇത്. അത് മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അപസ്മാരത്തിന്റെ വേറൊരു രൂപമുണ്ട്, മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞൊരു രോഗം. അങ്ങനത്തെ ഒരു രോഗമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാനൊരു രോഗിയല്ല എന്നുള്ളത് മനസ്സിലായത്. അല്ല, എവിടെന്നെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ പരിപാടിയായിട്ട് പോയിട്ട്? അടിയെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് മദ്രാസിൽ നിന്ന്. അത് അവൻ കഞ്ചാവ് വലിച്ചിട്ട് അടിയെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചുമ്മാ നടന്നു പോവാണ്. അപ്പോൾ ഇവന്മാർ കേരളീയരാണെന്നുള്ള പേരിൽ അടിച്ചാണ്. ഞങ്ങൾ വേഷം കെട്ടാൻ വേണ്ടി പോവായിരുന്നു. അപ്പൊ എന്റെ സുഹൃത്തിന്റെ മകണ്ട്, ഞാനുണ്ട്, പിന്നെ ഒരു വയ്യാത്തൊരു വയസ്സനായിട്ടുള്ള ഒരാളുണ്ട്. ഞങ്ങൾ മൂന്നാൾ കൂടെ നടന്നു പോകുമ്പോ എന്നാ മുല്ലപ്പെരിയാർ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഒരുത്തം വന്ന് ഞങ്ങളെ കൈ അടിക്കുകയോ ചെയ്തു. എന്നെ അടിച്ചില്ല, പക്ഷെ എന്റെ സുഹൃത്തിന്റെ മകനൊക്കെ നല്ല അടി കിട്ടി. എന്റെ കയ്യിലന്ന് വാളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവന് എന്റെ അടുത്തേക്ക് അടുക്കാൻ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, എന്നെ അടിച്ചില്ല അവൻ. വെളിച്ചപ്പാടിന്റെ വാള് യഥാർത്ഥ വാളാണോ അതോ ചുമ്മാ? അതെ, അത് നല്ല നല്ല ഷാർപ്പായ വാളാണത്. ഇതിന് മറ്റേ നിയമ നടപടികളൊന്നും പേടിക്കണ്ടേ വെളിച്ചപ്പാടിന്? അതോ പണിയായതോ? ഇല്ല, അതിന് ലൈസൻസ് ഒന്നും ഇല്ല. പണിയായതാന്ന് പറഞ്ഞാൽ അതിന് പിടിയൊന്നും എഴുതല്ലേ? അതൊക്കെ നമ്മളെ കേരള സർക്കാരിന്റെ ബാധ്യതകളല്ലേ. അല്ല, വെളിച്ചപ്പാടിന് പ്രത്യേകിച്ച് അംഗീകൃത ലൈസൻസോ ബുക്കും പേപ്പറും വല്ലതും ഒക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വേഷം യൂണിഫോം കാണിച്ചാൽ മതി. അതെ. പട്ട്, ഒരു ചുവന്ന പട്ട് ചുറ്റി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പോഴും ഈ പരിപാടികൾ നടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ? പിന്നെ ഇപ്പൊ അടുത്ത മാസം 6-ാം തീയതി ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഞാനൊരു 10 കൊല്ലം മുമ്പ് എനിക്കിത് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ഈ അമ്പലം അവിടെ ഉണ്ടാവില്ല. അത് തച്ചു പൊളിച്ച് ഞാനവിടെ കവുങ്ങ് വെച്ചായിരുന്നു. 10 അടക്ക കിട്ടിയത് എന്റെ മക്കൾക്ക് നാളെ കഞ്ഞി കുടിക്കായിരുന്നു. അത് അറിവുണ്ടായില്ല. എന്നാലും ഞാനിപ്പോ ഉള്ള സ്ഥലം എന്റെ അച്ഛന്റെ ഒരു മറ്റേ സമാധി എന്നൊക്കെ പറയില്ല നമ്മള്, അതൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. അച്ഛന്റെ അച്ഛന്റെ സമാധി കണ്ടാണ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. അവിടെ കവുങ്ങ് വെക്കാൻ അടുത്ത വർഷം മറ്റേ മഴ പെയ്യുമ്പോൾ കവുങ്ങ് വെക്കാൻ കവുങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോന് ഇൻട്രസ്റ്റ് ഉണ്ടോ ഒരു വെളിച്ചപ്പാട് പരിപാടിക്കൊക്കെ? അയ്യേ, അവന് അമ്പലത്തിൽ പോയ തൊഴാനും കൂടി അറിയില്ല. അവന് ചെറുപ്പത്തിലെ അവൻ ജനിച്ചിട്ട് പിന്നെ ഞാൻ വെളിച്ചപ്പാടായിട്ട് അവൻ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോന്ന് ഞാൻ ഓരോ പാഠം പഠിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പാസ്റ്റർമാരും ഓരോ അച്ഛന്മാരും ഓരോ ബിഷപ്പുമാരും ഇതൊക്കെ ഞാൻ എനിക്കൊരു പാടാണ്. അതൊക്കെ ഞാനത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ സത്യഭാമയെ പറ്റിയുള്ള ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ നമ്പർ അതിന്റെ അടിയിൽ കണ്ടപ്പോൾ വിളിക്കാൻ കാരണം അതാണ്. അപ്പൊ ഞാൻ എന്റെ മോളോട് പറഞ്ഞ ഈ നമ്പർ ഒന്ന് എഴുതിയെടുക്കാറുണ്ട് വിളിച്ചതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.